ഇപ്പോൾ ദക്ഷിണ കൊറിയയിൽ അപെക് ഉച്ചകോടിയിൽ പങ്കെടുക്കാനെത്തിയ ഡൊണാൾഡ് ട്രംപിൻ്റെതായി വന്ന പുതിയ കമന്റ് ഇങ്ങനെ: നരേന്ദ്രമോദി സുന്ദരനാണ്, താൻ ബഹുമാനിക്കുന്ന വ്യക്തിയാണ്, പക്ഷെ നരകത്തെക്കാൾ വലിയ കഠിന ഹൃദയനാണ്. ഇന്ത്യ ലോകത്തിൽ അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥയാണ് എന്നുകൂടി ട്രംപ് പറയുന്നു. ഏതായാലും ഒരു മാസം മുമ്പ് ട്രംപ് പറഞ്ഞത് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ ചത്തതാണ്, അതിനി മുൻപോട്ട് പോകില്ല എന്നാണ്. ഇപ്പോൾ പറയുന്നത് ലോകത്ത് അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യയുമായി തങ്ങൾ ഉടനൊരു വ്യാപാര കരാർ ഒപ്പിടുന്നതായിരിക്കും എന്നാണ്. ഏതായാലും ഇതിനിടയിൽ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി പ്രശ്നങ്ങൾ ചർച്ച നടന്നതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. കഴിഞ്ഞ കുറെ കാലമായി ഇന്ത്യ ചൈന ഉദ്യോഗസ്ഥ തലത്തിലും മന്ത്രിതലത്തിലും മറ്റും നടക്കുന്ന ചർച്ചയുടെ ഒരു ഭാഗം തന്നെയാണ് ഇപ്പോൾ വിമാന സർവീസും മറ്റും ആരംഭിച്ചിട്ടുണ്ട്. അതായത് ഇന്ത്യ ചൈന ബന്ധത്തിൽ മഞ്ഞുരുകൽ ഒരു ഭാഗത്ത് നടക്കുന്നു, മറുഭാഗത്ത് ഇന്ത്യയുമായി അടുക്കാൻ കൂടുതൽ ശ്രമങ്ങളാണ് ട്രംപ് നടത്തുന്നത്. കാരണം ട്രംപ് പറഞ്ഞ മറ്റൊരു കാര്യം, താൻ അനവധി യുദ്ധങ്ങൾ നിർത്തിയിട്ടുണ്ട്. ഇത്തവണ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമൊന്നും പറഞ്ഞില്ല, പകരം അനവധി യുദ്ധങ്ങൾ നിർത്തിയിട്ടുണ്ട്. തനിക്ക് ഇപ്പോൾ തൻ്റെ ശ്രദ്ധ മുഴുവൻ വ്യാപാര കരാറുകൾ ഒപ്പിടുന്നതാണ്. കാരണം ഇന്നിപ്പോൾ താൻ വ്യാപാര കരാറിന്റെ പുറയിലാണ്, അല്ല യുദ്ധം നിർത്തുന്നതിന്റെ പുറയിലല്ല. താൻ മുൻപ് യുദ്ധങ്ങൾ അനവധി നിർത്തിയിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്തു. ട്രംപാണ് നമുക്ക് ഏതു നിമിഷവും മാറി മറിയാവുന്ന കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ മുൻ നിലപാടുകളിൽ നിന്ന് വ്യത്യസ്തമായി, അതായത് ഒരു മാസം മുൻപ് വരെ പറഞ്ഞിരുന്നതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളുമായിട്ടാണ് ഇപ്പോൾ ട്രംപ് മുൻപോട്ട് വരുന്നത്. അതായത് ലോക വ്യാപാര കരാറിന്റെ ഭാഗമായി, ഇല്ലെങ്കിൽ ചൈനയും ആയിട്ടും ഇന്ത്യയുമായിട്ടും വ്യാപാര കരാർ ഒപ്പിടുന്ന ഒരു വലിയ ഒരു ടാസ്ക്കാണ് ഇപ്പോൾ ട്രംപിനുള്ള. അതിനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ ട്രംപ് പലവഴിക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായിട്ടും ഇന്ന് ട്രംപ് കൂടിക്കാഴ്ച നടത്തും എന്നുള്ളതാണ് വിവരം. ന്യൂസ് ഡെസ്ക്.